പുതിയ ആൾക്കാരെ വിളിക്കണ്ടേ? പുതിയ ആളുകളെ സ്വീകരിക്കണം. ഇന്ന് നെഞ്ചോടുക്കാൻ ആരെയും വരണോ? ഇന്ന് നെഞ്ചോടുക്കാൻ ആരെയും വരണോ എന്ന് സ്റ്റേജിന്റെ ഭാഗത്തേക്ക് വരണം. ഒന്ന് സ്വീകരിക്കുക. ഇതെന്താ ഒന്ന് കൈയടിച്ച് സ്വീകരിക്കണം. ഒന്ന് മത്സരമുണ്ടോ നന്നായിട്ട് സ്വീകരിക്കാം. ഇന്നും അതിനാണ് അല്ലേ? ഫോട്ടോ ഈവനിങ് ആണ് ആനച്ചാലി. ബാപ്പയുടെ ആളെ കൊണ്ടുവന്നു അല്ലേ? ആ ബാപ്പയ്ക്ക് രണ്ടുപേരെ കൊണ്ടുവന്നു. 18 വരെ കൊണ്ടുവരാം. പേര് ഫാറൂഖാണ്. ഞാനും 3 പേര് കാരണം കൂടെ അറൂരാണ് പേര്. അൻസാലും മറ്റേ പരിപാടിയാണ്. അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട് അവിടെ എന്തൊക്കെ പരിപാടി? അപ്പൊ നമുക്ക് ഒരു ദിവസം യാത്രയ്ക്ക് പോകാം, അങ്ങോട്ട് പോകാം. ഇത് അറിഞ്ഞതിനാണോ നീ എന്തെല്ലാം കുറിച്ച് അറിഞ്ഞതിന്? അമ്മായി എവിടെയുണ്ടോ? സുമയ്യ. കൈകാല കെട്ടിയ സുമയ്യ ഇപ്പൊ വേമനാട്ടായിരുന്നു അല്ലേ? ഒരു സാബിന്റെ ഇടപ്പള്ളിയാണ്. ഞാൻ മൊബൈൽ ഷോപ്പ് മൊബൈൽ ഷോപ്പ് മൊബൈലില് എന്താ പരിപാടി? സർവീസ്. അപ്പൊ മൊബൈല് നമ്മുടെ കംപ്ലൈന്റുകളിലുണ്ടെങ്കിൽ അങ്ങനെ എത്തിക്കാട്ടോ. ഈ പാലക്കാട് വീട് ഇവിടെ കാക്കനാടായിട്ട്. പാലക്കാട് എവിടെയാ സ്ഥലം? ആലത്തൂര്. ആലത്തൂര്. ആയിക്കോട്ടെ. മഞ്ഞുമലാണ്. മഞ്ഞുമൽ ബോയ്സ്. ജോലിയല്ല. ചാൾസ് ഏലൂര്. ഇത് ഇവിടെ അറിയാലോ, കൃത്യമായിട്ട് അറിയാൻ പാടില്ലേ? കിബിയെ അറിയാൻ പാടില്ല. എല്ലാവർക്കും അറിയാൻ പാടില്ലേ? അറിയാൻ പാടില്ലേ? ആ മിണ്ടാട്ടെന്തരാ? ഞാൻ ആലങ്ങാട് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പാടാൻ പറ്റൂടാ? 4 പേര് പാടാൻ പറ്റാറുണ്ടോ? വെറുതെ പാടുന്നത് മഞ്ചി കിട്ടും. 4 നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 4-5 കാര്യങ്ങൾ പ്രധാനപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഹൈവേന്ന് വരുമ്പോൾ വളരെ സ്പീഡ് കുറച്ച് വരുക. 30-40 മണിക്ക് നാട്ടുകാർ അടുത്ത് വെക്കാണ്. അപ്പൊ നിങ്ങളത് പാർക്ക് ചെയ്യുക. പിന്നെ പാർക്കിംഗ് ആണ് രണ്ടാമത്തെ പാർക്കിംഗ്. ഈ സൈഡിൽ മാത്രമേ പാർക്കിംഗ് ഉള്ളൂ. ഈ റോഡിന്റെ ഇപ്പുറത്തെ റോഡില്ല, ഈ റോഡിന്റെ ഈ സൈഡ് പൊഴിയോട് ചേർന്ന സൈഡ് മാത്രമേ ഉള്ളൂ. അതിൽ 3 സ്ഥലത്ത് നമ്മൾ മഞ്ഞ ചരട് കെട്ടിയിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ വണ്ടി ഇടരുത്. പിന്നെ 22 വയസ്സിലെ താഴെയുള്ള കുട്ടികൾ നീന്തൽ പഠിക്കാൻ ഇറങ്ങുമ്പോൾ അച്ഛനോ അമ്മയോ, സ്വന്തം അച്ഛനോ അമ്മയോ അരയിൽ നോക്കി നിൽക്കാണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ. അങ്ങനെയാണ് ഇറക്കുള്ളൂ. അതുപോലെ തന്നെ ലേഡീസിന്റെ കൂടെ 5 പേരിൽ ഒരാള്, അതായത് അച്ഛൻ, അമ്മ, ഭർത്താവ്, 22 കഴിഞ്ഞ നേരാങ്ങള്, 22 കഴിഞ്ഞ മകൻ, അതിലൊരാൾക്ക് മാത്രമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ ഇറങ്ങരുത്, ശല്യപ്പെടുത്തരുത്. പിന്നെ ചെറിയ കുട്ടികളും കുട്ടികള് 15 വയസ്സിന് താഴെ പേരൻസും കുട്ടികളും എപ്പോഴും ഇറങ്ങി നീന്തരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് റെഡിയാക്കുക കാര്യങ്ങൾ. പിന്നെ ഒരു സർവീസിലൂടെ നീന്തൽ തുടങ്ങാനായില്ല. പെട്ടെന്ന് നോക്കണം. പെട്ടെന്ന് നോക്കണം. സമയം പെട്ടെന്ന് ഫോട്ടോ എടുക്കാം.
UPB ടെസ്റ്റ് അടിക്കണം. UPB ഒന്ന് ടെസ്റ്റ് അടിക്കണം. UP ആയ പറയില്ല ഹലോ UP ആയ പറയില്ല LP പറയില്ല ടെസ്റ്റ് ഉള്ളവര് വെള്ളം തിളപ്പിക്കുക. പൈസ മുടക്കില്ലാത്ത കാര്യങ്ങളാ പറയുന്നത്. കുട്ടിവെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. അത് ഡെസ്കാ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പുതപ്പിട്ട് ഇങ്ങനെ മൂടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആ ശ്വാസം വലിക്കുക വിടുക. അപ്പൊ കാലത്ത് വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിലല്ല ആ ജലദോഷം ചുമയൊക്കെ മാറിക്കിട്ടും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഇനി തണുപ്പല്ലേ, ഇപ്പൊ നല്ല തണുപ്പുണ്ടല്ലോ, അപ്പൊ പിള്ളേർക്കൊക്കെ ഒന്ന് വലിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ UPB ഒന്ന് നോക്കോട്ടെ. UPB-ക്കാരൊന്ന് നോക്കോട്ടോ. ഇനി നീന്തുമ്പോൾ നിങ്ങള് എണ്ണിക്കൊണ്ട് ഇതുണ്ടാവും 1, 2, 3. ആ സമയത്ത് ഇങ്ങനെ തിരിക്കാവും. ഇങ്ങനെ തിരിക്കാനേ പാടുള്ളൂ. തല പൊക്കരുത്. അതുപോലെ തന്നെ 1, 2, 3 എണ്ണിക്കൊണ്ട് ഉണ്ടാവുള്ളൂ. കൈ ഇങ്ങനെ അടിച്ച് തെറിപ്പിക്കരുത്. തെറിപ്പിക്കാണ്ട് ഇതേപോലെ നോക്കിയാൽ അസാക്കില്ല കേട്ടോ. കൈ അടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞാൽ അസാക്കില്ല. ഓക്കെ സമ്മതിച്ചോ? UP കരയോടെയാണോ ഒന്ന് കൈ വയ്ക്കണം. UP ഒരു പ്രാവശ്യമെങ്കിലും തല വെച്ച് ശ്വാസം എടുക്കുന്ന സ്ഥലമാണ് UP. അപ്പൊ നമുക്ക് തല പൊക്കല് ഈസിയാണ്. വെറുതെ മോളിൽ നിന്ന് കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടിയിൽ ഇങ്ങനെ തള്ളി പിടിക്കുന്ന അടിയിലേക്ക് ഒരു തള്ള്. ആ തള്ളുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തല പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് ശ്വാസം കൊടുക്കാം. അപ്പൊ എങ്ങനെ തല പൊക്കണമെന്ന് കാണിക്കാൻ പോലും ചെയ്ത് നോക്കിയാ ഇതല്ല തള്ളുമ്പോൾ ഇങ്ങനെ പൊങ്ങണത് തന്നെ പൊങ്ങണമാണ്. ഇങ്ങനെ അടിയിലേക്ക് തള്ളുന്നതിൻ്റെ റിവേഴ്സ് ആക്ഷനിൽ തല പൊങ്ങണമാണ്. അപ്പോൾ നമുക്ക് ശ്വാസം ഉണ്ടാവും. ഇനി ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ എത്ര വലിക്കാമോ അത്രയും വലിക്കാം. അങ്ങനെ കൂടുതൽ വലിക്കുമ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിരിയും. ആ തിരിയുന്ന സമയത്ത് നോക്കി കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞ് കൈ അടിച്ച് തെറിപ്പിക്കരുത്. ഇതുപോലെ വെറുതെ വെച്ചാൽ അടിയിൽ വലിക്കുക. വെറുതെ വെച്ചാൽ അടിയിൽ വലിക്കുക. ഇതൊക്കെ ഇതേപോലെ മാത്രം ഇതൊക്കെ ഇതുപോലെ വലിക്കുക. ഇതുപോലെ വലിക്കുമ്പോൾ നമ്മൾ തിരിയും. തന്നെ തിരിഞ്ഞാൽ ആ വലിയുടെ ഫോഴ്സ് കൊണ്ട് നമ്മൾ തിരിയണതാണ്. അപ്പോൾ അന്നേരം നമുക്ക് സുഖമായിട്ട് ശ്വാസം എടുക്കാം. UP ആണ് ഏറ്റവും നല്ല സ്ഥലം. നിലയുണ്ട്, സ്റ്റാൻഡുണ്ട്. അപ്പോൾ അവിടെ 4 ദിവസമുള്ള 8 ദിവസം പഠിച്ചാലും കുഴപ്പമില്ല, 12 ദിവസം പഠിച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് പഠിച്ചിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. LP-യിലെ ക്ലാസ് 4 ദിവസമാണ്. ആ 4 ദിവസവും നമ്മൾ പൈപ്പേ പിടിക്കുക. പൈപ്പേ പിടിച്ചിട്ട് മൂക്കിന്ന് ഓതി കളയോ വയങ്ക് വലിക്കുക. ഇത് വയങ്ക് വലിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ UP-യിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ശ്വാസം എടുക്കുക. ഇനി നമ്മൾ കൈ എങ്ങനെ എടുക്കുന്നതെന്നുള്ളതാണ് LP-യിൽ കാണിക്കുന്നത്. കൈ രണ്ടും ഇങ്ങനെ വെള്ളത്തിൽ മുകളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് അടിയിൽ പുല്ലുകളായിരിക്കും. വെറുതെ മുകളിലേക്ക് അടിയിൽ പുല്ലായിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ എടുക്കണം. കൈ വെള്ളം അടിച്ച് തെറിപ്പിക്കാണ്ട് അടിയിലെ പുല്ലുകളിക്കാം. ശ്വാസം വലിച്ച് നിറച്ച് വെക്കാൻ മതി. LKG UKG മാത്രമാണ് ശ്വാസം പിന്നെ ഹോളികളില്ല. അപ്പൊ നമ്മൾ കൈ എടുക്കാൻ പഠിക്കുന്ന സ്ഥലമാണ്. കാല് UKG കൊണ്ടാണ് എടുക്കുന്നത്. ഇതൊക്കെ ഓക്കെ. അപ്പൊ കൈ എടുക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നുകൂടെ നോക്കുക. ഇതേപോലെ തന്നെ കൈ എടുത്ത് കളിക്കണം. ചെവിയുടെ മോളിലേക്ക് 2 കൈയും മാറും. എന്നാലാണ് കാല് ഈസിയായിട്ട് പോകുന്നത്. കാല് നമ്മൾ നേരെ വയ്ക്കുക. ഇത് കാലാണെങ്കിൽ നല്ല സ്പീഡിൽ അടിച്ചു പോവുക. ഇത് നടക്കാതെ ഇതേപോലെ തന്നെ അടിച്ചു.
ഇത് നോക്കിയേ. കൈ വളരെ മുകളിൽ വയ്ക്കുക. ഈ കൈ താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ വലത്തേക്ക് ഇത്തിരി തിരിയും. ഈ കൈ താഴ്ന്നു കഴിഞ്ഞാൽ ഇടത്തേക്ക് ഇത്തിരി തിരിയും. ബാലൻസിങ്ങിന് നേരെ ഇരുന്നോട്ടെ. ചെവിയുടെ മുകളിൽ കൂടെ കൈ വരണം. എന്നാലും തല താഴോളൂ. കാലിങ്ങനെ നേരെ പിടിക്കുക. ഇങ്ങനെ നേരെ പിടിക്കുക. ചേർത്ത് പിടിക്കുക. കുതിച്ചൊരു ചാട്ടം. നേരെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കണം. ഇങ്ങനെ പൊങ്ങി കിടന്നാലാണ് സ്മൂത്തായിട്ട് നീങ്ങുന്നത്. ശ്വാസം വലിക്കുക. നേരെ കിടക്കുകയാണെങ്കിൽ ഈസിയായിട്ട് ഇവിടെ പോരും. അങ്ങനെ കഴിയാം. വേഗം കൂടാ അവൻ മുന്നിരിക്കില്ലല്ലോ. ഇതൊക്കെ ശ്വാസം വച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ ശ്വാസം വച്ച് നടത്തിയിട്ട് വെറുതെ എടുക്കുക. ആ ശ്വാസം പോയി കഴിഞ്ഞാൽ ശ്വാസം വലിക്കുക. കൈ നേരെ ഈ കൈ കാണുന്നത് തല കാട്ടില്ല. തല കാട്ടി ചെവിയുടെ മുകളിൽ കാല് നേരെ അടുത്ത് കൊടുത്തിട്ട് ശ്വാസം വലിച്ചു വെച്ചിട്ടല്ല കൈ കൊടുക്കുക. 2 or 3 വലിക്കാം. ഇതേപോലെ ഇതുപോലെ എന്നാ അങ്ങോട്ട് കയറി ഓരോരുത്തരും കാണിച്ചു. മക്കളെ ഇതിലോട്ട് തള്ളി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ്റെ തല പൊങ്ങി വരും. അപ്പം ശ്വാസം എടുക്കാൻ പറ്റും. അപ്പം ആർക്കെങ്കിലും ശ്വാസം എടുക്കാൻ പറ്റൂലെങ്കിൽ നോക്കുക. ഇതിലേക്ക് ഇച്ചിരി വീഴണ്ട. ഇങ്ങനെ നോക്കാം. കൈ വെച്ച് കൊടുത്തിട്ട് തള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങാൻ പറ്റും. ഇതിലേക്ക് അപ്പോൾ ഒരു പ്രാവശ്യം പൊങ്ങി കിട്ടിയ പിന്നെ നമ്മൾ ശരിക്കും കൈ വലിക്കാതെ തിരിക്കാനോ പറഞ്ഞു.